ഹലോ, അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇത് ഉത്രാടത്തിൻ്റെ തലേ ദിവസം എടുത്ത വീഡിയോ ആണ് കേട്ടോ. ഞങ്ങളിവിടെ ഉത്രാടത്തിനാണ് സദ്യയൊക്കെ ഒരുക്കാറുള്ളത്. അപ്പോൾ ഉത്രാടത്തിൻ്റെ തലേ ദിവസത്തെ രാത്രി എടുക്കുന്ന വീഡിയോ ആണിത്. അപ്പോൾ വൈകുന്നേരം 10 മണിയൊക്കെ ആയിട്ടോ പച്ചക്കറിയൊക്കെ വീട്ടിലെത്തിയപ്പോൾ അപ്പം ഞാൻ ഇന്ന് രാവിലേക്ക് വേണ്ടിയിട്ട് ഈ പച്ചക്കറികളൊക്കെ ഒന്ന് അരിഞ്ഞ് സെറ്റാക്കുകയാണ്. എന്നാൽ പിന്നെ ഉത്രാടത്തിൻ്റെ അന്ന് രാവിലെ നീക്കുമ്പോൾ നമുക്കത്ര ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. ഇങ്ങനെ റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ എല്ലാം അരിഞ്ഞ് ഫ്രിഡ്ജിലേക്ക് അങ്ങോട്ട് വെക്കും കേട്ടോ. പിന്നെ ഇതുമാതിരി തന്നെ അതിലേക്കുള്ള തേങ്ങകളും ഒക്കെ ചിരകിയിട്ട് അതിലേക്ക് വെക്കും. അപ്പോൾ അമ്മയും കൂടുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് കിടന്നപ്പോഴേക്കും ഒരുപാട് വൈകിട്ടോ. പിന്നെ ഇതാ പിറ്റേ ദിവസം രാവിലെ 3:45 ആകുമ്പോൾ നീറ്റു കേട്ടോ. നീറ്റായിക്ക് പിന്നെ വേഗം കുളിയൊക്കെ കഴിഞ്ഞ് അടിക്കലും തുടയ്ക്കലൊക്കെ കഴിഞ്ഞിട്ടാണ് അടുക്കളയിൽ കയറിയിട്ടുള്ളത്. അപ്പം ഞാൻ ആദ്യം തന്നെ അവിയൽ വെക്കാൻ വേണ്ടിയിട്ട് അവിയലൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതിലേക്കുള്ള തേങ്ങയൊക്കെ ചതച്ചിടുകയാണ് കേട്ടോ. തേങ്ങ ചതക്കുകയാണ്. പിന്നെ അവിയലിതാ കഷ്ണം വെച്ചിട്ടേ ഉള്ളൂ. ഇനി മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ഇട്ടിട്ട് വെക്കണം. പിന്നെ റവ അവിടെ വറുത്ത് വെച്ചിട്ടുണ്ട് ഉപ്പുമാവ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ തേങ്ങ ചതച്ചിട്ട് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റുന്നതാണ് കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഇതാ കുമ്പളങ്ങ അരിഞ്ഞ് വെക്കുകയാണ് ഓലൻ വെക്കാൻ വേണ്ടിയിട്ട്. അത് പിന്നെ രാത്രി തന്നെ ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം അത് ഓലനല്ലേ, ചെറുതായിട്ട് കനലില്ലാതെ അരിയണം. പിന്നെ അത് അത്ര ബുദ്ധിമുട്ടായിട്ട് തോന്നിയില്ല. അപ്പം പിന്നെ അത് രാവിലെ അരിയാമെന്ന് വിചാരിച്ചിട്ട് അതങ്ങനെ അരിഞ്ഞ് വെച്ചു. പിന്നെ അരിഞ്ഞ് വെക്കാനുള്ളത് നമ്മുടെ കേബേജ് ഞാൻ ഇങ്ങനെയാണ് കേട്ടോ അരിയാറുള്ളത്. പലകയിൽ വെച്ചിട്ടാണ് ഞാൻ അരിയാറുള്ളത്. എനിക്ക് അതാണൊരു എളുപ്പമായിട്ട് തോന്നുന്നത്. മറ്റേതിങ്ങനെ കൊത്തി അരിയുമ്പോഴേക്കും എല്ലായിടത്തേക്കും തെറിക്കുകയും ചെയ്യും. പിന്നെ എനിക്കത് വേഗം കഴിയാത്ത പോലെ തോന്നും. അപ്പോൾ പിന്നെ ഞാനിങ്ങനെ പലകയിൽ വെച്ചിട്ട് ഇങ്ങനെ അരിഞ്ഞ് വെക്കാറാണ് കേട്ടോ ചെയ്യാറുള്ളത്. അതും തലേ ദിവസമൊന്നും അരിഞ്ഞ് വെച്ചില്ല. അതൊരു സ്മെല്ല് വരുമല്ലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ നീറ്റ വഴിക്ക് തന്നെ ഞാൻ അതൊക്കെ അരിഞ്ഞ് വെച്ചു കേട്ടോ. പിന്നെ അടുക്കളയത്തേക്ക് ഒന്ന് സെറ്റായതിന് ശേഷം നമ്മൾ പൂക്കളിടണമല്ലോ, ഉത്രാടമാണല്ലോ ഇന്ന്. അപ്പോൾ പിന്നെ പൂവിടാൻ വേണ്ടിയിട്ട് മുറ്റത്ത് പോയപ്പോൾ നല്ല മഴ കേട്ടോ. കുറേ നേരം പൂവിടാൻ വേണ്ടിയിട്ട് ഇറങ്ങി നോക്കി. മഴ കാരണം പൂവിടാതെ ഇങ്ങോട്ട് തന്നെ പോന്നു. പിന്നെ ഒന്നങ്ങോട്ട് മഴ നിന്ന വഴിക്ക് ഞാൻ വേഗം പോയിട്ട് ചാണകമൊക്കെ തേച്ച് പൂവിടാൻ സെറ്റായി. അങ്ങനെ വിത്തും നീട്ടിട്ട് പൂക്കളൊക്കെ ഒന്ന് പറിച്ച് കൊണ്ടുവന്നു. കുറച്ച് മല്ലികയൊക്കെ വീട്ടിലുണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് ഇന്നേക്ക് വേണ്ടിയിട്ട് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. ഇതുവരെ മല്ലിക അങ്ങനെ ഇട്ടിട്ടില്ല. ഒരു ദിവസമായിട്ട് ഇട്ടിട്ടുള്ളൂ. പിന്നെ ബാക്കിയുള്ളത് ഉത്രാടത്തിന് ഇടാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വെച്ചതാണ് കേട്ടോ. പിന്നെ അമ്മ അവിടെ പായസത്തിനുള്ള പരിപാടി നോക്കുന്നുണ്ട്. അതാ പായസം എത്തി. ഇതാ പായസം ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. പാലടയാണ് കേട്ടോ. പായസം കുട്ടികൾക്കൊക്കെ പാലടയാണ് ഇഷ്ടം. അപ്പോൾ പിന്നെ അങ്ങനെ വെച്ചു. പിന്നെ ഇതാ ഞങ്ങൾ സദ്യ ആയിക്കഴിഞ്ഞാൽ പിന്നെ നേരത്തെ തന്നെ സദ്യ കഴിക്കും. 11:30 ആയിട്ടുള്ള സമയം. അപ്പോൾ 11:30 ആകുമ്പോൾ ഞങ്ങൾ സദ്യയൊക്കെ വിളമ്പി തുടങ്ങിയിട്ടോ. ഏട്ടത്തിയമ്മയും മോളും ഏട്ടനും എല്ലാവരും ഉണ്ട് കേട്ടോ. അച്ഛൻ ആദ്യം തന്നെ വന്നിരുന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇതാ വിളമ്പിയും കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നേരത്തെ തന്നെ ഞങ്ങൾ ഉച്ച ആവാനൊന്നും കാത്തിരിക്കില്ല കേട്ടോ. ഉച്ച ആകുമ്പോഴേക്കും ഞങ്ങൾ ഭക്ഷണം കഴിക്കലും പാത്രം കഴുകലും എല്ലാതും കഴിഞ്ഞ് ഞങ്ങളൊരു ഭാഗത്തിരുന്ന് പിന്നെ കുറേ നേരം സംസാരിച്ചിട്ട് അങ്ങനെ ഇരിക്കട്ടോ. അപ്പോൾ അവരൊക്കെ ഭക്ഷണം കഴിക്കുകയാണ്. ഞങ്ങളിതാ വിളമ്പി കൊടുക്കുന്നുണ്ട്. പിന്നെ ഞങ്ങൾക്ക് നാളെ ഏട്ടൻ്റെ വീട്ടിലാണ് കേട്ടോ തിരുവോണം. അപ്പോൾ തനിമോള് ഏട്ടൻ്റെ മടിയിൽ തന്നെ ഇരിക്കുന്നുണ്ട്. ചോറുണ്ണാൻ വേണ്ടിയിട്ടുള്ള ഇരിപ്പാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി നാളത്തെ വീഡിയോ ആയിട്ട് വരാം. തിരുവോണത്തിൻ്റെ അന്നത്തെ വീഡിയോ ഞാൻ ഇടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും വീഡിയോ കാണണം. അപ്പോൾ ശരി, ഓക്കെ, ബായ്.